ഇതുകൊണ്ട് ദീനിനെന്ത് ഖൈറാണ്? അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുക, അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്ദിക്കുക, അള്ളാഹു ആദരിച്ച ആലിമീങ്ങളെ നിന്ദിക്കുക. കണ്ടോ, നിങ്ങൾ കർബലയിലേക്ക് സാദാത്തുക്കൾ പോവുകയാണ്. അള്ളാന്റെ ഹബീബിന്റെ പേരക്കുട്ടികൾ കർബലയിലേക്ക് പോകുമ്പോ ആ കൂട്ടത്തിൽ നിന്ന് 2 തങ്ങളുട്ടിയാള് കൂട്ടം തെറ്റിങ്ങാണ്ട് മാറിപ്പോവുകയാണ്. ഒരു വലിയ സംഭവമാണ്. കഴിഞ്ഞ നവംബറിൽ അൽ മുഅല്ലിമിൽ വന്ന ലേഖനമാണ്. 2 തങ്ങളുട്ടിയാള് കൂട്ടം തെറ്റി വഴിയാധാരമായി പോവുകയാണ്. ഭക്ഷണമില്ല, വസ്ത്രമില്ല, താമസിക്കാൻ ഇടമില്ല. അവരങ്ങനെ നടന്നതാ ഒരു മുസ്ലിം പ്രമാണിയുടെ വീട്ടുപടിക്കലെത്തുകയാണ്. ആ വീട്ടുപടിക്കലെത്തിയിട്ട് ആ 2 തങ്ങളുട്ടിയാളെ കൂട്ടത്തിലുള്ള മൂത്ത തങ്ങളുട്ടി പറഞ്ഞു, ഞങ്ങളിങ്ങനെ കർബലയിലേക്ക് പോകുമ്പം വഴിതെറ്റി വന്നതാണ്. ഞങ്ങൾക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല, താമസിക്കാനിടമില്ല. അതുകൊണ്ടൊരു നേരത്തെ ഭക്ഷണം തരുമോ? ഈ മുസ്ലിം പ്രമാണി ഒരു എസ്കക്കാരനെ മുസ്ലിം പ്രമാണി വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഇവിടെ പലരും തങ്ങളാ മൂല്യാരെന്നൊക്കെ പറഞ്ഞു വരലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തങ്ങളാണ് എന്നതിന്റെ സനത് വേണം, നിങ്ങൾ തങ്ങളാണ് എന്നതിന്റെ രേഖ വേണം. ആ കുട്ടിയാള് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കൂട്ടം തെറ്റിപ്പോന്ന ചെറിയ മക്കളാണ്, ഞങ്ങളെ കയ്യിൽ അങ്ങനത്തെ രേഖകളും സനതൊന്നുമില്ല. ആ സമയത്ത് മുസ്ലിം പ്രമാണി പറഞ്ഞു, എങ്കിൽ നിങ്ങൾ തങ്ങളാണെന്ന് വിശ്വസിക്കാൻ എന്നെ കിട്ടൂല. അതാ 2 തങ്ങളുട്ടിയാളും വേദനയോടെ ആ മുസ്ലിം പ്രമാണിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. നടന്നൊരു ജൂതന്റെ വീട്ടിലെത്താണ്. എസ്കക്കാരന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു മാർഗിസ്റ്റാറിന്റെ വരയിലെത്താണ്. അങ്ങനെ അതാ ഒരു ജൂതന്റെ വീട്ടിലെത്തുന്നു. ആ ജൂതനോട് പറയുന്നു, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മക്കളാണ്. ആ ജൂതൻ പറഞ്ഞു, ശരിയാണ്, മുഹമ്മദ് നബി വലിയ മഹാനാന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട മക്കൾ ഇങ്ങനെ വഴിയാധാരമായി പോകാൻ പാടില്ല. അതുകൊണ്ട് മക്കളെ വീട്ടിൽ കയറിക്കോളൂ, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ തരാം. ഭാര്യയോട് പറഞ്ഞു, നല്ല വസ്ത്രം കൊടുക്കണം. അങ്ങനെ അതാ വസ്ത്രം കൊടുത്ത് നല്ല ഭക്ഷണം കൊടുത്ത് കിടത്തിയുറക്കുകയാണ്. അന്ന് രാത്രിയാകുമ്പോ നേരത്തെയുള്ള മുസ്ലിം പ്രമാണി അർദ്ധരാത്രി വീട്ടിലൂടെ അങ്ങനെ ഒച്ച വെച്ചോടുകയാണ്. ഭാര്യ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ആ പ്രമാണി പറയുന്നു, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയി. ഞാൻ മഹ്ശറയിൽ നിൽക്കുന്നത് സ്വപ്നം കാണുകയാണ്. എന്റെ ചുറ്റിലുമുള്ള മുസ്ലിമീങ്ങൾ പെട്ടെന്ന് എന്റെ അരികിൽ നിന്ന് ഓടുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ആളുകൾ പറഞ്ഞു, സ്വർഗത്തിന്റെ വാതില് തുറന്നിട്ടുണ്ട്, മലക്കുകൾ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഞാനും ആ ആൾക്കാരെ കൂട്ടത്തിൽ ഓടുകയാണ്. എന്റെ കൂടെയുള്ളവരൊക്കെ അതാ സ്വർഗത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ ചെന്ന് മലക്കുകളോട് സ്വർഗത്ത് പോണം, ഞാൻ മുസ്ലിമാണെന്ന് പറയുമ്പോ ആ മലക്കുകൾ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ തങ്ങളുട്ടിയാളോട് സനത് ചോദിച്ച മുതലാളിയല്ലേ, നിങ്ങൾ മുസ്ലിമാണെന്നതിന് സനത് കയ്യിലുണ്ടോ? നിങ്ങൾ മുസ്ലിമാണെന്നതിന് തെളിവുണ്ടോ? സുബ്ഹാനല്ലാഹ്, മുതലാളിയോട് മലക്കിന്റെ ചോദ്യം. ആ മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന് വീട്ടിലൂടെ ഒച്ച വെച്ച് ഓടുമ്പോ ഭാര്യ പറയുന്നു, നിങ്ങൾ ആ തങ്ങളുട്ടിയാളെ തെരഞ്ഞു പോകണം, എന്നിട്ട് ആ മക്കൾ എവിടെയാണെങ്കിലും അവരെ പോയി കൊണ്ടുവരണം. ഈ മനുഷ്യൻ ആ സമയത്തു തന്നെ വീട്ടിൽ നിന്നിറങ്ങി നടക്കുകയാണ്. പരിസരത്തുള്ള വീടുകളൊക്കെ പരിശോധിച്ച് ആ കുട്ടികളെ കാണാനില്ല. നടന്നൊരു ജൂതന്റെ വീട്ടിലെത്തുകയാണ്. ആ ജൂതൻ പറയുന്നു, ആ മക്കൾ എന്റെ വീട്ടിലുണ്ട്. ഇയാള് പറഞ്ഞു, ആ കുട്ടികൾ എന്റെ കൂടെ പറഞ്ഞയച്ചു തരുമോ? നിങ്ങൾക്ക് ഞാൻ 10,000 രൂപ തരാം. ജൂതൻ പറഞ്ഞു, നിങ്ങളെ 10,000 രൂപക്ക് ഞാൻ എന്റെ സ്വർഗം വിൽക്കൂല. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോ ആ സ്വർഗത്തിന്റെ വാതിൽക്ക വെച്ച് മലക്കുകൾ നിങ്ങളെ തടയുന്നത് നിങ്ങൾ സ്വപ്നം കാണുമ്പോ ഈ വീട്ടിൽ വെച്ച് ഞാൻ കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ സ്വർഗത്തിന്റെ വാതിലിലുള്ള നിങ്ങളെ തള്ളി മാറ്റി ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ 10,000 വേണ്ടി ഞാൻ എന്റെ സ്വർഗം വിൽക്കൂല.
ആ മുതലാളി ആ ജൂതന്റെ വീട്ടിൽ കയറുമ്പോ ഭാര്യതാ നിസ്കാരം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ജൂതൻ ഇസ്ലാമിലേക്ക് വന്നിരിക്കുകയാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ, അത് ആലിമീങ്ങളാവട്ടെ സാദാത്തുക്കളാവട്ടെ, ദീനിയായ വിഷയങ്ങൾ പറയുക എന്നതല്ലാതെ അള്ളാഹു ആദരിച്ചതിനെ നിന്ദിക്കാൻ നമ്മൾ വെറുതെ വാഗ്വാദത്തിന് പോകരുത്, തർക്കത്തിന് പോകരുതെന്ന് ഈമാനുള്ള മുസ്ലിമീങ്ങൾ ചിന്തിക്കണം കേട്ടോ. സുഹൃത്തുക്കളെ, ഇത് നവംബറിൽ അൽ-മുഅല്ലിമിൽ എഴുതിയ ലേഖനമാണ്. ഇവിടെ ദീനിന്റെ പക്ഷത്ത് നമ്മൾ ഉറച്ചു നിൽക്കുക. അള്ളാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ.